ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയ ദൃശ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2018-ൽ ഞാനും സുഹൃത്ത് അതുലും കൂടെ നടത്തിയ യാത്രയാണ്. നമ്മൾ മലയാളികൾക്ക് ഹംപി പരിചയപ്പെടുത്തിയത് 2016-ൽ ഇറങ്ങിയ ആനന്ദം എന്ന സിനിമയിലൂടെയാണെങ്കിലും അതിനു മുമ്പേ ഗ്രാമഫോൺ എന്ന മലയാള സിനിമയിൽ മുഴുനീളം സോങ് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹംപിയിലെ കാഴ്ചകൾ കിലോമീറ്റർ കണക്കിന് ചിതറിക്കിടക്കുന്നതാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഓട്ടോയോ ടാക്സിയോ വിളിക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾ സൈക്കിളിലാണ് യാത്ര ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി മടങ്ങാൻ പറ്റിയ സ്ഥലമല്ല ഹംപി. ഇവിടെ കാഴ്ചകൾ ധാരാളമുണ്ട്. ഞങ്ങൾ 3 ദിവസം അവിടെ താമസിച്ചുകൊണ്ടാണ് ഹംപി കണ്ടു തീർത്തത്. എന്നിട്ടും കാണാതെ മിസ്സായ പല ഭാഗങ്ങളും ഇനിയുമുണ്ട്. വളരെ മികച്ചതും വ്യത്യസ്തവുമായ കാഴ്ചകളും അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഹംപി ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ചിത്രം വരച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സുഹൃത്തിനൊപ്പം ഹംപി നടന്നു കണ്ടപ്പോൾ എടുത്തുകൂട്ടിയ ചില ചിത്രങ്ങളും വീഡിയോയും ഉൾപ്പെടുത്തിയ ഒരു കൊച്ചു വീഡിയോ ആണ് ഇത്. വിദേശികൾ എത്തിപ്പെടുന്ന ഹിപ്പി ഐലൻഡും സൺസെറ്റും സൺറൈസും രാത്രിയിലെ ഭീതിപ്പെടുത്തുന്ന നാട്ടുവഴികളും എന്നിങ്ങനെ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നഗരം. ഓരോ സ്ഥലത്തുകൂടിയും നടന്നു നീങ്ങുമ്പോൾ ഞങ്ങൾ മനസ്സിൽ 1000-ലൊരുവൻ എന്ന ആ തമിഴ് സിനിമയിലെ ട്രാൻസിഷൻ പോലെ പഴയകാലത്ത് ഇങ്ങനെയായിരുന്നിരിക്കാം എന്നിങ്ങനെ മനസ്സിൽ രൂപം നൽകിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് നടന്നു നീങ്ങിയത്. വിജയനഗര രാജവംശത്തിൻ്റെ AD 1500 കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു. 1565-ൽ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര രാജവംശത്തിൻ്റെ തകർച്ച പൂർണ്ണതയിലെത്തി. രാജാവിനെ വധിച്ചതിന് ശേഷം ആ രാജ്യത്തെ നശിപ്പിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ തന്നെ തുടർന്നു. തുംഗഭദ്ര നദിയുടെ തീരത്ത് ഹംപി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നു. 1986-ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. രാജഭരണകാലത്തെ ശേഷിപ്പുകൾ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. ഹംപിയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതിയാണ് വിത്തല ടെമ്പിൾ. ഈ ക്ഷേത്രവളപ്പിനുള്ളിലാണ് പ്രശസ്തമായ കൽരഥമുള്ളത്. ഹംപിയിലെ ഒരു ഐഡന്റിറ്റി കൂടിയാണ് ഈ കല്ലിൽ തീർത്ത രഥം. ഇവിടെ മ്യൂസിക് പില്ലറുകളും പ്രശസ്തമാണ്. 56 മ്യൂസിക്കൽ പില്ലറുകൾ ഇതിനകത്തുണ്ട്. ഓരോന്നിനു ചുറ്റിലും 7 ചെറിയ തൂണുകളുണ്ട്. അവ സപ്തസ്വരങ്ങളെ സൂചിപ്പിക്കുന്നു. വിരുപക്ഷ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ഒരു കുന്നിൽ സ്ഥിതി ചെയ്യുന്ന മങ്കി ടെമ്പിൾ. കുത്തനെയുള്ള 570 പടിക്കെട്ടുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. ഇതെല്ലാമാണ് ഞാൻ ഹംപിയിൽ കണ്ട കാഴ്ചകളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ 2.5 മിനിറ്റ് വീഡിയോ വിവരണം ഇവിടെ തീരുന്നു.